നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം. അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെ കാര്യം കഷ്ടമാണ്. ഒരു ഘട്ടത്തിൽ ലാലിഗ കണ്ടൻറ്റേഴ്സായിട്ട് റയൽ മാഡ്രിഡിനും ബാഴ്സലോണക്കുമൊക്കെ വലിയ വെല്ലുവിളി ഉയർത്തിയ ടീമാണ്. പക്ഷേ ഇപ്പോൾ പരിതാപകരമായിരിക്കുന്നു. ഇപ്പോൾ ഇന്നലെ നടന്ന മത്സരം എസ്പാനിയോളിനോട് അവർ 1-1 സമനിലയിൽ കുരുങ്ങുകയാണ് ചെയ്തത്. അസ്പിലിക്യൂറ്റയിലൂടെ 38-ാമത്തെ മിനിറ്റിൽ അവർ ലീഡെടുത്തെങ്കിലും പിന്നീട് പുവാഡോയുടെ ഗോളിലൂടെ എസ്പാനിയോൾ തിരിച്ചടിച്ചു. അങ്ങനെ 1-1 സമനില. കളിയിൽ വീണ്ടും പോയിന്റുകൾ ഡ്രോപ്പ് ചെയ്തിരിക്കുന്നു. 29 കളിയിൽ 57 പോയിന്റുമായിട്ട് അത്ലറ്റിക് പോയി ഇപ്പോൾ 3-ാം സ്ഥാനത്താണ്. 28 കളി കളിച്ച ബാഴ്സലോണക്ക് 63 പോയിൻ്റായി കഴിഞ്ഞിട്ടുണ്ട്. ബാഴ്സയെ പിടിക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ്. റയൽ മാഡ്രിഡിന് 29 കളിയിൽ നിന്ന് 63 പോയിന്റ് തന്നെയുണ്ട്. സോ ബുദ്ധിമുട്ടാണ് അത്ലറ്റിക്കോ മാഡ്രിഡിന് ഇനി കാര്യങ്ങൾ എന്നർത്ഥം. എന്താണ് അത്ലറ്റിക്കോക്ക് പറ്റിയത്? ഇപ്പോൾ ഈ സമീപകാലത്ത് അവരുടെ പ്രകടനങ്ങൾ നോക്കുക. അവസാനത്തെ 4 മത്സരങ്ങൾ ഗെറ്റാഫയോട് ലീഡ് എടുത്തതിന് ശേഷം തോറ്റു ലാ ലീഗയിൽ. യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ നിന്ന് റയൽ മാഡ്രിഡിനോട് പെനാൽറ്റി ഷൂട്ടൗട്ടിൽ തോറ്റു പുറത്തായി. FC ബാഴ്സലോണയോട് ലീഡ് എടുത്തതിന് ശേഷം തോറ്റു. എസ്പാനിയോളിനോട് ലീഡ് എടുത്തതിന് ശേഷം സമനിലയാവുന്നു. ഇതാണ് സമീപകാലത്ത് നടന്ന 4 മത്സരങ്ങളുടെ അവരുടെ അവസ്ഥ. ഇനി നോക്കുക, നമുക്ക് യുവേഫ ചാമ്പ്യൻസ് ലീഗ് അങ്ങ് മാറ്റിവെച്ച് ലാ ലീഗ മാത്രം എടുത്താൽ അവിടെ ആയിരുന്നല്ലോ അവർ റയലിനും ബാഴ്സക്കും ഒപ്പം കട്ടക്ക് നിന്നത്. അത് മാത്രം നോക്കിക്കഴിഞ്ഞാൽ അവസാനത്തെ 10 ഗെയിമുകളിൽ നിന്ന് അവർ വിജയിച്ചത് 3 മത്സരങ്ങളാണ്. ലെഗാനസിനോട് തോറ്റു, വിയാറലിനോട് സമനില, മയോർക്കയോട് ജയിച്ചു, റയൽ മാഡ്രിഡിനോട് സമനില, സെൽറ്റ വിഗോയോട് സമനില, വലൻസിയോടും അത്ലറ്റിക് ക്ലബ് ബിൽബാവോയോടും വിജയിച്ചു, പിന്നാലെ ഗെറ്റാഫയോട് തോൽവി, ബാഴ്സലോണയോട് തോൽവി, എസ്പാനിയോളിനോട് സമനില. 13 പോയിന്റുകൾ മാത്രമാണ് ലഭിക്കേണ്ടിയിരുന്ന 30 പോയിന്റുകളിൽ നിന്ന് ഏറ്റവും ഒടുവിലത്തെ 10 കളികളിൽ നിന്ന് അവർക്ക് ലഭിച്ചത് വെറും 13 പോയിന്റ്. 17 പോയിന്റുകൾ അവർ ഡ്രോപ്പ് ചെയ്തു. പരിതാപകരം എന്നല്ലാതെ മറ്റെന്തു പറയാനാണ്? സിമിയോണിക്കും സംഘത്തിനും ലാ ലീഗ കൈവിട്ട മട്ടാണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.